ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് റോബ്ലോക്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഗെയിമിൻ്റെ പേരാണ് റോബ്ലോക്സിൽ മോർഫ് ആൻഡ് ഹൈഡ്. ഓക്കെ ഗൈസ്, ഈ ഗെയിം എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കൊരു സാധനമായിട്ട് മോർഫാവാം, എന്നിട്ട് എവിടെയെങ്കിലും ചെന്നിട്ട് ഒളിച്ചു നിൽക്കണം. ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് എടുക്കണവർ ബെസ്റ്റ് ഹൈഡർ എന്ന് ആ സ്ഥാനം അവർക്ക് കിട്ടും. അതപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ചെടിയായിട്ട് മോർഫായിനത്. അപ്പം എന്നെ ഒരാൾ കണ്ടു, അയാൾ എന്നെ തല്ലി. അപ്പം ഞാൻ ഓടി ചെന്നിട്ട് മാറ്റായി മോർഫായി. എന്നാൽ അപ്പോഴും എന്നെ വെടിവെച്ച് എന്നെ കൊന്നു. അപ്പോൾ അതാ ഞാനൊരു ഹൈഡറല്ല സീക്കറായി. ഇനിയിപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും ഒളിച്ച് നിൽക്കണമെങ്കിൽ അവരെ കണ്ടുപിടിച്ച് കൊല്ലണം. അങ്ങനെ ഞാനിതാ കുറേ നോക്കി നോക്കുകയാണ് ആരെങ്കിലും ഒളിച്ച് നിൽക്കണ്ടോയെന്ന്. ഞാൻ ഗണ്ണെടുത്ത് അങ്ങനെ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ കുറേ സർക്കിൾസ് വരും, റെഡ് സർക്കിൾസ്. അപ്പോൾ ആ സൈഡിൽ കുറേ ഹൈഡ്രാളുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടോ, നമ്മളിപ്പോൾ എന്തുമ്മ വെടി വെച്ചാലും നമുക്ക് വെടി കൊള്ളുന്നല്ലാതെ നമുക്കത് ഹൈഡറാണോ എന്ന് മനസ്സിലാവില്ല. അങ്ങനെ ഹൈഡർ അനങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അങ്ങനെ ഞാൻ വെടി വെച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ കുന്നുമ്മ കയറിയിട്ട് ഇങ്ങനെ നോക്കണം. അപ്പോൾ ഞാനും നേരെ കുന്നുമ്മക്ക് കയറിപ്പോയി. അങ്ങനെ ആരെങ്കിലും കണ്ടാലോ. അങ്ങനെ അവിടെ നിന്നിട്ട് കുറേ സ്ഥലത്ത് ഇങ്ങനെ വെറുതെ വെടി വെച്ച് നോക്കി, പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ദേഷ്യം പിടിച്ചിട്ടൊരു ഗണ്ണ് വാങ്ങാൻ നോക്കി. പക്ഷെ എൻ്റെ അടുത്ത് റോബോക്സും ഒന്നുമില്ല. അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുന്നുമ്പോൾ ഇങ്ങനെ വെറുതെ വെടി വെക്കുമ്പോഴാണ് ആ സർക്കിൾസ് വന്നത്. ലാസ്റ്റ് 20 സെക്കൻഡിലാണ് കേട്ടോ സർക്കിൾ വരിക. ഞാൻ പെട്ടെന്ന് ഇറങ്ങി തുരതുരാ വെടി വെച്ച് കണ്ട് ആ സർക്കിൾ വന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. പക്ഷെ അവിടെ കാര്യം കിട്ടിയില്ല. പിന്നെ ആണെങ്കിൽ അപ്പത്തേനും കളിയും കഴിഞ്ഞു ഗൈസ്. 3 സെക്കൻഡായി. അങ്ങനെ കളി കഴിഞ്ഞു. ബെസ്റ്റ് ഹൈഡറും സീക്കറും ഇപ്പോൾ കാണിക്കും. അത് കാണിച്ചു ഗൈസ്, കണ്ടോ ഇതവിടെ. ഇനിയിപ്പോൾ നമ്മൾ ഒക്കെ അടിച്ചു വിട്ടിട്ട് നേരെ വോട്ടിംഗ് മാപ്പിൻ്റെ സ്ഥലത്തേക്ക് പോകണം. ഈ വോട്ടിംഗ് മാപ്പിൻ്റെ സ്ഥലത്താണ് നമ്മൾ ഏത് മാപ്പിൻ്റെ സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്നൊക്കെ ഉണ്ടാവുക. അങ്ങനെ ആ സ്ഥലത്തേക്ക് പോയി ഏതെങ്കിലും ഒരു വോട്ടിംഗ് മാപ്പ് കയറിയിട്ട് ഇറങ്ങിയാണ്ട് വെറുതെ അങ്ങനെ നടന്നാലും മതി. എന്നാലും നമ്മൾ ആ മാപ്പൊക്കെ തന്നെ ഇങ്ങനെ ഒറ്റക്ക് കയറും സെക്കൻഡ്സ് ആകുമ്പോൾ. ഞാനങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തു ഗണ്ണിൻ്റെത്. അതാണെങ്കിൽ ഞാൻ എടുക്കാനും മറന്നു, അത് വെറുതെ ക്ലോസ് കൊടുത്തു. അപ്പോൾ ആ ഗണ്ണ് കിട്ടിയില്ല. അപ്പോൾ ഞാനിതൊരു ചെയറായിട്ടാണ് മോർഫായിക്കണത്. അങ്ങനെ ഞാൻ എന്താക്കി മോർഫായിട്ട് ഈ സ്നോ ഒക്കെ തോണ്ടുന്നൊരു സംഭവം ഉണ്ടാവില്ലേ, അതായിട്ട് മോർഫായി. ഇപ്പോൾ ഗൈസ് ഞാൻ അതാണ്. അങ്ങനെ നിന്നിങ്ങനെ നോക്കുമ്പോൾ അവിടെ റെഡ് കളർ കണ്ടോ, ഓരാണ് സീക്കർ. അങ്ങനെ 2 സീക്കേഴ്സായി ഗൈസ് ഇപ്പോൾ. അങ്ങനെ ഓനിങ്ങനെ എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നെ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആരും സീക്കർമാരൊന്നും കാണാതെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് നടക്കണവരാണ് ബെസ്റ്റ് ഹൈഡറാവുക. ഞാൻ പിന്നെ ഒരു സ്റ്റെപ്പ് പോലെ നടക്കാതെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. കണ്ട് എൻ്റെ മേലെ കൂടെയൊക്കെ നിറച്ച് ഗണ്ണിൻ്റെ ഷൂട്ട് ചെയ്തത് പോണ് ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരാൾ വരുമെന്നൊക്കെ തോന്നി. ഞാനിതാ ആ വീടിൻ്റെ മുന്നത്തെ ആളെ നോക്കിയത്. പിന്നെന്താ കുറേ ആൾക്കാരിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്.
അങ്ങനെ എന്താ മലമ്മത്തെ ആൾ കണ്ടോ, അയാൾ ഇങ്ങോട്ട് ഇങ്ങനെ ഓടി വരുന്നു. അപ്പം ഞാൻ ഓടാൻ കരുതി, പക്ഷെ ഓടിയാൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ ഞാൻ ഓടാതെ അവിടെ ഇങ്ങനെ നിന്നു. അങ്ങനെയാണ് അയാൾ വെറുതെ എന്നെ വെടിവെച്ചത്. ഞാനപ്പോൾ ഓടിയതും എൻ്റെ പിന്നാലെ വന്ന് അയാൾ വെടിവെച്ചിനെ കൊന്നു ഗൈസ്. അങ്ങനെതാ അപ്പം ഞാനൊരു സീക്കറായി ഗൈസ്. ഞാനങ്ങനെ വെടിയാക്കാൻ നോക്കുകയാണ്. എന്തൊക്കെ മോർഫ് ചെയ്യാന്നൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെ ഞാനൊക്കെ അങ്ങ് വെടിവെച്ച് നോക്കുകയാണ്, ഉടൻ ലോകവും അതൊക്കെ. അങ്ങനെതാ ഞാൻ പൈസ വെടിവെച്ചാൽ കിട്ടുമെന്ന് നോക്കാനൊന്ന് വെറുതെ വെടിവെച്ച് നോക്കിയതാണ്, പക്ഷെ കിട്ടിയില്ല. ഇനിയിപ്പോൾ പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ തന്നെ ബെസ്റ്റ് ഹൈഡറും സീക്കറും കാണിച്ചു. അങ്ങനെ ഇപ്പം ഞാൻ നെക്സ്റ്റ് കളിക്ക് പോവാൻ നിൽക്കുകയാണ്. ഗൈസ്, ഞാനിതാ ഓടിയ സ്ഥലത്തൊന്നും വോയിസ് ഓവർ ഇട്ടിട്ടില്ല. അങ്ങനെ ഞാനിതാ ഒരു ഹൈഡറായി. ഞാൻ ഫസ്റ്റ് തന്നെ എന്തോ ഒരു മരത്തിൻ്റെ എന്തോ ഒരു സാധനമായിരുന്നു. അപ്പോൾ ഞാൻ അടിയിലേക്ക് പോകണ സാധനത്തിനായിട്ട് മോർഫ് ചെയ്തു. പിന്നെ എനിക്ക് ക്യാരക്ടേഴ്സ് മോർഫ് ചെയ്യാൻ പറ്റുമെന്നൊരു സംശയം. അപ്പോൾ ഞാൻ അടുത്തുള്ള ക്യാരക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോയി. ഗൈസ്, ഞാനെന്താ ക്യാരക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. കാരണം ഇപ്പം അടുത്തിൻ്റെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ സംശയം തീർക്കാൻ ഇല്ല ജീവനും വെച്ച ഒരൊറ്റ ഓട്ടം ഗൈസ്. എന്താ അവിടെ നിൽക്കുന്ന ഒരാൾ വെറുതെ അങ്ങനെ നീങ്ങി. അപ്പോൾ എനിക്കും കുറച്ച് ധൈര്യം വന്നു. അപ്പം ഞാൻ നേരെ ഓടി. അങ്ങനെ എന്താ ഞാൻ ഒരു ക്യാരക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ആണെങ്കിൽ നിറച്ച് ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പോൾ വെറുതെ അങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്നാൽ മതി. ഫസ്റ്റ് ഞാൻ ഈ ഒരു സാധനത്തേക്ക് മോർഫായി, എന്നിട്ട് അത് കറക്റ്റാക്കിയിട്ട് അവിടെ അങ്ങനെ നിന്നു. ഇപ്പം എന്നെ കണ്ടായതിൽ ഒന്നാണെന്നുള്ളത് തോന്നുന്നു. അങ്ങനെ ഗായ്സ്, ഞാൻ കുറേ നേരം അവിടെ നിന്നു. അപ്പോഴാണ് സ്റ്റെപ്പ് എടുത്താലുള്ളൂ നല്ല ഹൈഡർ ആവാൻ പറ്റുകയെന്ന് ഞാൻ ഓർത്തത്. അപ്പോൾ പിന്നെ വെറുതെ അങ്ങനെ സ്റ്റെപ്പ് എടുക്കാമെന്ന് കരുതി. ഗൈസ്, ഞാൻ അടിയിൽ കൂടെയൊക്കെ വെറുതെ അങ്ങനെ നോക്കുകയാണ്. എന്താ ഗൈസ്, എന്താണ് ഈ വില്ലേജ്? ഒരു ചെറിയ വില്ലേജാണ്. ഇതിലിതാ ട്രെയിൻ സ്റ്റേഷനുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് ബിൽഡിങ്സും ഉണ്ട്. എന്താ ഗൈസ്, ആ സർക്കിൾസ് വന്നു. അങ്ങനെ സർക്കിൾസ് വന്നപ്പോൾ പിന്നെ നേരെ എൻ്റെ തലമുക്കൂടെ അങ്ങനെ വരികയാണ്. അങ്ങനെ ലാസ്റ്റ് സെക്കൻഡ് വെച്ച് ഞാൻ ജയിച്ചു ഗൈസ് ഈ ഒരു കളിയിൽ. അങ്ങനെ ഗൈസ്, ഞാൻ അടുത്തതും നേരത്തെ പോയ സ്ഥലത്ത് തന്നെ കൊടുത്തത്. പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി ഗൈസ്.
പിന്നെ ഗണ്ണെടുക്കാൻ പൈസ ഉണ്ട്. ഓക്കെ ഗണ്ണിൻ്റെ സ്കിന്ന് കോമൺ എടുക്കാൻ മാത്രം പൈസ ഉണ്ട്. എന്നാലും വേണ്ടാന്ന് കരുതി. പിന്നെയാണ് ഞാൻ ഹൈഡറാണ് സീക്കറാണ് നോക്കാൻ വന്നത്. അങ്ങനെ ഞാനൊരു ഹൈഡറാണ്. ഞാൻ പിന്നെയും ആ മരത്തിൻ്റെ സാധനം തന്നെ അയക്കണേ. ഇത് അടിയിൽ കൂടി ലാമ്പൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ നേരെ കാക്ടസിൻ്റെ അടുത്തേക്ക് പോയി. ഇതിൻ്റെ നേരത്തെ സംശയം ഇപ്പോൾ തീർത്തു. അങ്ങനെ ഞാനിവിടെ നിറച്ച് കാക്ടസിൻ്റെ ഒരു കുന്നിൻ്റെ മേലെ ചെന്ന്, അവിടുത്തെ ഒരു കുന്നിൻ്റെ മേലെ ചെന്ന് അവിടെ നിന്നു. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വെറുതെ കറങ്ങി. ഇന്ന് കുറേ സ്റ്റെപ്പ് എടുത്തു എന്നും പറയും. അതുകൊണ്ട് ഞാനങ്ങനെ അവിടെ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടിയിലേക്ക് വെറുതെ ഒന്ന് ഇറങ്ങി. എന്നിട്ട് കറക്റ്റ് പ്ലേസ് ഏതാന്നൊക്കെ നോക്കാൻ. അങ്ങനെ ഞാൻ അടിയിലേക്ക് ഇറങ്ങി വെറുതെ ഇങ്ങനെ കറങ്ങിയിരുന്നു. കാരണം സ്റ്റെപ്പ് കൂടുതൽ കിട്ടിയാലേ നമ്മൾ ഫസ്റ്റ് ഹൈഡറാവും. അങ്ങനെ ഞാൻ വെറുതെ പിന്നെയും കാക്ടസൊക്കെ എന്നെ മോർഫാവാൻ നോക്കുകയാണ്. പക്ഷെ ആയില്ല. അത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ മുന്നിൽ ഒരാൾ എന്നെ കത്തിയോണ്ട് കൊത്തി കൊന്നു. കാരണം ഞാൻ അങ്ങനെ കറങ്ങണ അയാൾ കണ്ടിരുന്നു. ഞാൻ റിവൈവ് കൊടുക്കാൻ നോക്കി. പക്ഷെ അത് പറ്റിയില്ല ഗായ്സ്. അങ്ങനെ ഞാനിതാ ഏതോ ഒരു അടിയിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഗൈസ്. ഏതൊരു വേൾഡ്ക്ക്. ഓക്കെ ഗൈസ്, ഞാൻ വെറുതെ ഇങ്ങനെ വെടി വെക്കുകയാണ് ഗൈസ്. കാക്ടസ് എങ്ങനെ ഉണ്ടോ നോക്കാൻ. പക്ഷെ കാക്ടസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ ട്രെയിനിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് പോയി. അങ്ങനെ ഈ ഒരു കളിയും കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അത് ചിലപ്പോൾ പ്രസ്സാക്കാരം. അപ്പോൾ ബൈ, സബ്സ്ക്രൈബ്.